ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ജീവിതം വഴിമുട്ടി കുടുംബം. പറക്കവറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് എറണാകുളം പറവൂർ സ്വദേശി അശ്വതി. ഓണ ദിവസത്തിന്റെ ഒരുക്കങ്ങൾക്കിടെയായിരുന്നു വിരുന്ന്. പറവൂർ സർക്കാർ ആശുപത്രിയിൽ മരം വെട്ടുന്നതിനിടെ കൊമ്പൊടിഞ്ഞ് വീണ് വയറ്റിൽ കയർ കുരുങ്ങിയാണ് അശ്വതിയുടെ ഭർത്താവ് മോഹൻകുമാർ മരിച്ചത്. ഇതോടെ അശ്വതിയും 3 മക്കളും അനാഥരായി. വയനാട് വൈത്തിരി സ്വദേശിയായ മോഹൻകുമാറും നായരമ്പലം നെടുങ്ങാട് സ്വദേശി അശ്വതിയും 6 വർഷം മുൻപാണ് പ്രണയിച്ച് വിവാഹിതരായത്. തുടർന്ന് ഇവർക്ക് കൂട്ടായി ഘൃതിക, ഘൃഷ്വി, ഘൃഷിക എന്നീ പൊന്നോമനകളും എത്തി. അശ്വതിയുടെ വീട്ടിലും മന്നത്തെ അമ്മയുടെ തറവാട്ട് വീട്ടിലുമായി കഴിഞ്ഞ ഇവർ 2 വർഷം മുൻപാണ് വാടക വീട്ടിലേക്ക് മാറിയത്. 4000 രൂപയോളം വരും ഒരു മാസത്തെ വാടക. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനിടെയാണ് മരണം വില്ലനായെത്തിയത്. മരം വെട്ടിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് ഓണക്കോടി വാങ്ങാനായി കാത്തിരുന്ന കുടുംബത്തിന് മുന്നിലെത്തിയത് ദുരന്ത വാർത്തയാണ്. എനിക്കിപ്പോൾ 3 പിള്ളേരാണ്. എൻ്റെ 3 പിള്ളേരുടെ അച്ഛനാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഞങ്ങളിപ്പോൾ 2 വർഷമായിട്ട് ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക പൈസ കൊടുക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് സ്ഥിരം പുള്ളി ഒരു മാസവരുമാനത്തിന് പോവാഞ്ഞത്. പിന്നെ ഇപ്പം ഈ വഴി തിരഞ്ഞെടുത്ത് തന്നെ മരം വെട്ടി സ്ഥിരം അറിയാവുന്നത് തന്നെയല്ല, എന്നാലും അതിനായിട്ട് പിള്ളേരുടെ ഒരു കഷ്ടപ്പാടും ഇതും കണ്ടിട്ട് തന്നെയാണ് പുള്ളി ഇതിന് പോയത്. എനിക്കും ഇപ്പോൾ ഒരു ജോലി സ്ഥിരമായിട്ടില്ല. ഒരു ജോലി വേണമെന്ന് എനിക്കുണ്ടാകണം. എങ്ങനെയും കിട്ടിയാൽ ഞാൻ ആ ജോലിക്ക് തന്നെ പോവും. എൻ്റെ പിള്ളേരെ ഞാൻ നല്ല രീതിയിൽ നോക്കും. ഇപ്പം ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ അമ്മയുടെ തറവാള വന്ന് നിൽക്കുന്നത്. ഇപ്പം ഇത് കഴിഞ്ഞ് എങ്ങാടേക്ക് പോകണമെന്നൊരു രക്ഷയില്ലാതെ ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കണം. +2 പഠനത്തിന് ശേഷം അശ്വതി ആലുവയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിന് പോയെങ്കിലും പൂർത്തിയാക്കാനായില്ല. ഒരു ജോലിയും സുരക്ഷയുറപ്പാക്കാൻ സ്വന്തമായൊരു വീടുമാണ് അശ്വതിയുടെ സ്വപ്നം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.